പണ്ട് മുതലേ വരയ്ക്കുന്ന ശീലം ഉണ്ടെങ്കിൽ പോലും എവിടെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒരു അംഗീകാരം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് പണ്ടേ ഡ്രോയിങ്ങിനോടൊക്കെ വലിയ താല്പര്യമായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒത്തിരിയേറെ പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കേക്ക് ഒരു പാഷനായി തോന്നിയത് ഈ ഒരു ഡ്രോയിങ് ഇഷ്ടപ്പെട്ടതിലൂടെയാട്ടോ. ഈ തലവിധി എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കത് എന്തായാലും അനുഭവിക്കാൻ സാധിച്ചു. ചെറിയൊരു പാഷനിൽ തുടങ്ങിയതാണ് ഞാൻ ഈ ഒരു കേക്ക് ബേക്കിംഗ് കേട്ടോ. പക്ഷെ ആ ഒരു പാഷനാണ് എനിക്കിപ്പോൾ ജീവിതമാർഗമായിട്ട് കൂട്ടുള്ളത്. 6 വർഷമായിട്ട് ഞാൻ കേക്ക് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇനിയും ഒട്ടേറെ കാര്യങ്ങളാണ് എനിക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ക്യാമറ വരച്ച് തരാമോ എന്ന് എന്നോട് ചോദിച്ചിരുന്ന ഡോക്ടർ ചേച്ചിന മാഡം ആയിരുന്നു കേട്ടോ. എന്നെ വീണ്ടും ഇതിലേക്ക് ഒരു പ്രോത്സാഹനം തന്നത് ഇവരൊക്കെയായിരുന്നു. നമ്മളെ താഴ്ത്തി കെട്ടാൻ ഒരുപാട് പേരുണ്ടെങ്കിലും നമ്മളെ കുറച്ചെങ്കിലും ഒന്ന് നന്നായിട്ട് പോകണം എന്ന് ചിന്തിച്ച് നമ്മളെ ഉപദേശിക്കുന്നവരും നമുക്ക് സപ്പോർട്ട് തരുന്നവരും കുറച്ച് പേരെങ്കിലും ഉണ്ട്. ആ കുറച്ച് പേരെ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി നമുക്ക്. അതോടുകൂടി നമുക്ക് ജീവിതത്തിൽ സത്യം പറഞ്ഞ് വിജയിക്കാം. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഞാൻ അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന്റെ ഒരേ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡാണ് കേട്ടോ. ഈ ഒരു ചിത്രം ഇനിയും മെച്ചപ്പെടാനുണ്ടെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. ഇതിലും മെച്ചപ്പെടുത്താനായിട്ട് ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കും കേട്ടോ. ഇതൊരു 2-3 വർഷം മുൻപേ ഞാൻ വരച്ച ഒരു ചിത്രമാട്ടോ. പണ്ടൊക്കെ പേപ്പറിലൊക്കെ ആയിരുന്നു ഈ വരയും പെയിന്റിങ്ങും ഒക്കെ. ഇപ്പൊ ദാ കേക്കിലേക്കും ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇത് വരച്ചേക്കുന്നത് ഫോണ്ടന്റിലാട്ടോ. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ജെൽ കളറാണ്. അപ്പൊ ഇതെല്ലാം എഡിബിൾ ആണ് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ടെന്ന് എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും പറയണേ.